നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിൽ വരുമ്പോൾ കേരള ക്രിക്കറ്റിൻ്റെ അഭിമാനം, കണ്ണൂരിൻ്റെ കരുത്ത് സൽമാൻ നിസാറിനെ കാണാതെ എങ്ങനെ പോകും? നമസ്കാരം. KCL ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലേ? സൽമാന് ഈ KCL കാലഘട്ടം മറ്റൊരു സന്തോഷത്തോടു കൂടിയാണ്. കാരണം സൽമാന്റെ കുടുംബത്തിലേക്ക് സൽമാനപ്പോൾ ഒരാൾ കൂടി വന്നിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് സൽമാന്റെ കല്യാണം നടന്നത്. ഭാര്യ ചെറിയ വയസ്സിൽ അക്കാഡമിയിൽ അയക്കാന്ന് പറഞ്ഞ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള കുടുംബക്കാരൊന്നും ഉണ്ടായിരുന്നു. അപ്പം ഉപ്പയും ഉമ്മാൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അത് ആ പ്രായത്തിൽ അവനെ അത്രയും ദൂരെ ഡിസ്റ്റൻസിൽ അയക്കാന്നുള്ള എല്ലാവരും എതിർപ്പുണ്ടായിരുന്നു കുടുംബത്തിൽ തന്നെ. പക്ഷെ എന്നാലും ഞങ്ങൾ ഇതിൽ തീരുമാനമെടുത്തു. അവൻ്റെ എന്താണെന്ന് ഇഷ്ടം അതുപോലെ. അപ്പോൾ അവന് നിർബന്ധമായിരുന്നു എനിക്ക് കളിക്കണം എന്നുള്ള ആ ഒരു വാശി ഇപ്പോഴും അവനുണ്ട്. മുകളിലോട്ട് പോകണം എന്നല്ല, ഇപ്പോഴും ആ വാശിയോടുകൂടി അവൻ മുമ്പോട്ട് പോകുന്നുണ്ട്. തലശ്ശേരിയുടെ പ്രൗഢമായ ക്രിക്കറ്റ് പാരമ്പര്യത്തിന്റെ അടയാളമാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. സൽമാൻ നിസാർ പഠിച്ചത് ഈ വിദ്യാലയത്തിലാണ്. ക്രിക്കറ്റിലേക്ക് എന്താ പറയാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്ത സ്കൂളായത്. കാരണം ഇവിടെയാണ് സ്കൂൾ ടീം ഉണ്ടായത്. ആ സമയത്തൊക്കെ നമ്മളെ ചാക്കോ സാർ ഇവരൊക്കെയാണ് സ്കൂൾ ടീം സെലക്ട് ചെയ്യുന്നതും. അപ്പം ആ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു 6ാം ക്ലാസ് പഠിക്കുന്നതിന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നവരാണ്. കാരണം കളിച്ചില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ടീമിലുണ്ട്. ആ സമയത്ത് സ്റ്റേറ്റ് പ്ലേയേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ തന്നെ ടീമിൻ്റെ ഭാഗമായി ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്തൊക്കെ. സൽമാൻ, ഈ ക്ലാസ് റൂം വളരെ സ്പെഷ്യലാണ്, അതുപോലെ തന്നെയാണ് ഈ വിദ്യാലയവും. അപ്പം സൽമാൻ നിസാർ എന്ന താരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ സെൻറ്റ് ജോസഫ് സ്കൂൾ എത്രമാത്രം അതിനൊരു കാരണമായിട്ടുണ്ട്? തീർച്ചയായും. ബ്രൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഞാൻ 4-5 അവിടെ പഠിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ് സ്പോർട്സ് റിലേറ്റീവ് സ്കൂൾ നോക്കുന്നവരെപ്പം എനിക്ക് ഫസ്റ്റ് മനസ്സിലോടിയ സ്കൂൾ സെൻറ്റ് ജോസഫ് സ്കൂളാണ്. കാരണം എന്താ പറയുക, ഇവിടുന്നാണ് കുറേ ക്രിക്കറ്റ് പ്ലേയേഴ്സ് സ്റ്റേറ്റ് കളിക്കുന്നത്. സ്കൂൾസ്, നാഷണൽ ടീം, യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇവിടുന്ന് ഉള്ള ആൾക്കാരെ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി ഇവിടെ ഒരു സീറ്റ് കിട്ടണം, കിട്ടാൻ വേണ്ടി കുറേ ആഗ്രഹിച്ചിരുന്നു. അപ്പം ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. സൽമാൻ ഇവിടുന്ന് പിന്നീട് പോയത് കൊച്ചിയിലേക്കാണ്. ഞാൻ പിന്നീട് പോയത് തേവര, കൊച്ചിയിലേക്കാണ് പോയത്. അക്കാഡമി സെലക്ഷനിലൊക്കെ കിട്ടി. അവിടെയാണ് ഒരു മാറ്റം, പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാറ്റം. അതാണ് അവിടെ നിന്നാണ് മാറ്റം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമി കയറിയതിന് ശേഷമാണ് ഒരു ക്രിക്കറ്റ് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കണം, ഒരു പാഷനേറ്റ് ആയിട്ട് പോകണം എന്ന ഒരു ആഗ്രഹവും ആലോചനയും വന്നത്. സാധാരണ സ്കൂളിൽ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ വരുന്ന ഒരു രസമാണ്. ബീച്ചുണ്ട്, ഇപ്പം ഫ്രീ പീരീഡ് ആണെങ്കിൽ ബീച്ചിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പിള്ളേർ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. തൊട്ടപ്പുറത്ത് കോട്ടയുണ്ട്, കോട്ടൻ്റെ അവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളി നല്ല രസമാണ്. ഒരു അക്കാഡമിയിൽ പ്രാക്ടീസ് സെഷൻസ് എല്ലാം ഭയങ്കര എന്താ പറയുക, നമ്മൾ ഷെഡ്യൂൾ പോലെ കറക്റ്റ് രീതിയിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രിക്കറ്റിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത്. സൽമാൻ, ഈ മൈതാനം, ഈ ഗ്രൗണ്ട്, ഇത് സൽമാൻ്റെ ജീവിതമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. എന്താണ് ഇവിടുത്തെ ചെറുപ്പം തൊട്ടുള്ള ഓർമ്മകൾ? ഏറ്റവും മധുരമുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെയാണ് രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്തത് അഗെയിൻസ്റ്റ് ആസാം. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ്. കാരണം ആസ് എ ക്രിക്കറ്റർ 17 വയസ്സിൽ രഞ്ജി ട്രോഫി ഡെബ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഡ്രീമായിരുന്നു ആ സമയത്ത്. അപ്പം ഭയങ്കര സന്തോഷം. അതെൻ്റെ നാട്ടിൽ തന്നെ, എൻ്റെ ഹോം ഗ്രൗണ്ട്, എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഡെബ്യൂ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു.